വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് പോവാം അല്ലെ. ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെയുള്ളത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11 എന്ന് പറഞ്ഞാൽ 2-digit നമ്പർ നോക്കിയേ. ഇപ്പം 21 എന്ന് പറയുന്നത് പോലെ ഒരു 2-digit നമ്പർ. അപ്പൊ എക്സും വൈയും അല്ല നമ്മൾ എഴുതാ. പക്ഷെ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് 20+1 ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ 2×10 പ്ലസ് 1×1 ശരിയല്ലേ? നമ്മൾ ഇങ്ങനെ പറയില്ലേ വൺസ് പ്ലേസില് ടെൻസ് പ്ലേസിൽ. അപ്പൊ 2×10 പ്ലസ് 1×1 അതല്ലേ. അപ്പൊ എക്സ് വൈ എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ എഴുതാം? 10x പ്ലസ് വൈ എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പൊ ഇവരെന്താ പറഞ്ഞ സം ഓഫ് ദ ഡിജിറ്റ് ആണ്. ദാറ്റ് മീൻസ് 2+1 അങ്ങനെ എഴുതണ പോലെ. അപ്പൊ ഇവിടെ വരുമ്പോ എന്താ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 11 തന്നിട്ടുണ്ട്. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന് പറയുന്ന സാധനം ഞാൻ വൈ എക്സ് ആക്കി എന്ന് പറഞ്ഞാൽ അതെന്താ 10y പ്ലസ് എക്സ് ആയി മാറി അല്ലെ. അപ്പൊ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 10y പ്ലസ് എക്സ് എന്ന് പറയുന്നത് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ 27 പ്ലസ് 10x പ്ലസ് വൈ ആണ്. എന്ന് പറഞ്ഞാൽ പഴയ നമ്പറിനേക്കാളും 27 കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ നോക്കി 10x ഒക്കെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ മൈനസ് ചെയ്തേ. അപ്പോ 10y മൈനസ് വൈ എന്ന് പറയുമ്പോൾ 9y. അടുത്തത് എക്സ് മൈനസ് 10x എന്ന് പറഞ്ഞാൽ മൈനസ് 9x ഈക്വൽ ടു 27. ആ 9 ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഡിവിഷൻ കൊടുക്കുക. അപ്പൊ y മൈനസ് എക്സ് എന്ന് പറയുന്നത് 27 ഡിവൈഡഡ് ബൈ 9 എത്ര കിട്ടി? നമുക്ക് 3 കിട്ടി. ഒരു ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഉണ്ട് എന്നാണ് അടുത്തത് y മൈനസ് എക്സ് ഉണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. പിന്നെ ഇതാണ് എന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. നോക്കിയേ. അപ്പൊ y മൈനസ് എക്സ് ഈക്വൽ ടു 3. നോക്കൂ, ഞാനിതിനെ ഓർഡർ അനുസരിച്ച് ചെയ്തപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ അല്ലേ. എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയാലും വൈ പ്ലസ് എക്സ് എന്ന് എഴുതിയാലും ചെയ്യുമല്ലേ. പക്ഷെ ഒരിക്കലും മൈനസ് അങ്ങനെ എഴുതി വെച്ചേക്കരുത് കേട്ടോ. അതായത് y മൈനസ് എക്സ് എക്സ് മൈനസ് വൈയും ഡിഫറെന്റ് ആണ്. അത് എഴുതി വെച്ചേക്കരുത്. പ്ലസിനെ നമുക്ക് തിരിച്ചെഴുതാലും കുഴപ്പമില്ല. അപ്പൊ y പ്ലസ് എക്സ് ഈക്വൽ ടു 11 അല്ലേ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാൻ പോവാം. അപ്പൊ എന്താ കിട്ടാ? 11 14 ആയില്ലേ. y പ്ലസ് വൈ 2y അല്ലെ. 2y ഈക്വൽ ടു 14 കിട്ടി. സോ y ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 14/2 എത്ര കിട്ടി? 7 കിട്ടി. നോക്കിയേ, ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 11 അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 11 മൈനസ് വൈ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 11 മൈനസ് 7 ഈക്വൽ ടു 4. അപ്പൊ നമ്മുടെ നമ്പർ എന്തായിരുന്നു? എക്സ് വൈയിൽ. അപ്പൊ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് എന്തായിരുന്നു? എക്സിന് പകരം 4 ഇട്ട് കൊടുക്കുക, വൈക്ക് പകരം 7 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൈ 7 4 11. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തത് 47 തല തിരിച്ചിട്ടാൽ എത്രയാ? 74 അല്ലേ. ഈ 74 മൈനസ് 47 ചെയ്തൊക്കെ കിട്ടാൻ പോകുന്നത് 27 ആണ്. മനസ്സിലായ? അപ്പൊ അതും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 47 ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു ട്രോഫിക്ക് എക്സ് രൂപയാണെങ്കിൽ 17 ട്രോഫിക്ക് എത്രയാ? 17 ഇൻറ്റു എക്സ് അല്ലേ. അപ്പൊ ഞാൻ ട്രോഫിക്ക് എക്സ് ആയിട്ടും അതേപോലെ മെഡലിനെ വൈ ആയിട്ടും വിളിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ എന്താ വരിക? 17x പ്ലസ് 16y ഈക്വൽ ടു 2180. ശരിയല്ലേ? അടുത്തത് ഇതേപോലെ തന്നെ ട്രോഫിക്ക് നമ്മൾ എന്തെന്നാ വിളിച്ച? എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ വരുന്ന ട്രോഫിക്ക് നമ്മൾ എക്സ് എന്ന് തന്നെ വിളിക്കാൻ പാടുള്ളൂ കേട്ടാ. എന്ന് പറഞ്ഞാൽ ട്രോഫീനെ നമ്മൾ എക്സ് ആയിട്ട് വിളിച്ചു, മെഡലിനെ നമ്മൾ വൈ ആയിട്ട് വിളിച്ചു. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെഡലിനെ വൈ ആയിട്ട് തന്നെ വിളിച്ചേക്കാം. 16 ട്രോഫിയും 17 മെഡലിനാണ് 2110. എന്ന് പറഞ്ഞാൽ അത് എന്താ വരാൻ പോണേ? 16x പ്ലസ് 17y ഈക്വൽ ടു 2110. ഇവിടെ നോക്കിയേ, എക്സും സെയിം അല്ല വൈയും സെയിം അല്ല അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സെയിം ആക്കാം. അതിനെ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഞാനിപ്പോ ഇവിടെ എക്സിനെ സെയിം ആക്കണേന്നുള്ളൂ. അപ്പൊ ഇവിടെ 17 അല്ലേ. ഇവർക്ക് കോമൺ മൾട്ടിപ്പിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 17നെ ഞാൻ 16 വെച്ചും കാട്ടി, അതേപോലെ 16നെ ഞാൻ 17 വെച്ചു. അപ്പൊ നോക്കിയേ, ഈ എക്സിന്റെ ഭാഗം സെയിം ആവില്ലേ. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ ഇതെന്റെ ഇക്വേഷൻ നമ്പർ 1ഉം അതുപോലെ ഇതെന്റെ ഇക്വേഷൻ നമ്പർ 2 ആണ് കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഒന്ന് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്താ കിട്ടുക? 16 ഇൻറ്റു 17 272 എക്സ് വരും. പ്ലസ് 17 ഇൻറ്റു 17 289 വൈ വരും. ഈക്വൽ ടു 2110 ഇൻറ്റു 17 അപ്പൊ 35 870 കിട്ടും. അടുത്തതുപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യൂ. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 17 ഇൻറ്റു 16 വീണ്ടും 272 എക്സ് വരും. 16 ഇൻറ്റു 16 എത്രയാ? 256 വൈ അല്ലേ. ഈക്വൽ ടു 2180 ഇൻറ്റു 16 ചെയ്യാ. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അത് 34,880 കിട്ടി. നമുക്ക് ഇതിന് മൈനസ് ചെയ്യാലോ. ഓക്കെ. അപ്പൊ മൈനസ് ചെയ്താൽ നമുക്ക്
എന്താ കിട്ടാൻ പോണത്? 33y ഈക്വൽ ടു 990 കിട്ടും അല്ലെ? ഈ ഭാഗം സുഖമായി പോയില്ലേ? അവിടെ നിന്ന് നോക്കൂ, y ഈസ് ഈക്വൽ ടു 990 ഡിവൈഡഡ് ബൈ 33. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാ? 30 കിട്ടി അല്ലെ? സോ y എന്ന് പറയുന്നത് 30 കിട്ടി. y എന്ന് പറയുന്നത് എന്താ? മെഡലിന്റെ എണ്ണ അല്ലേ? അത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 30 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് x കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ? അപ്പൊ ആ ഇക്വേഷൻ എടുത്തോളൂ. എനിക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുത്തോട്ടാ. ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തുള്ളൂ. 17x പ്ലസ് 16y ഈക്വൽ ടു 2180 അല്ലേ? അവിടെ വൈക്ക് പകരം 30 ഇട്ട് കൊടുക്കൂ. എന്ന് പറഞ്ഞാൽ 17x ഈക്വൽ ടു 2180 മൈനസ് 16 ഇൻറ്റു 30 എത്രയാ? 480 അല്ലെ? എന്ന് പറഞ്ഞാൽ 1700 കിട്ടി. എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 1700 ഡിവൈഡ് ബൈ 17 വിച്ച് ഈസ് ഈക്വൽ ടു 100. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 100 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ എന്തിന്റെയൊക്കെ എണ്ണം കിട്ടി? ട്രോഫീസിന്റെ എണ്ണ. ട്രോഫീസിന്റെ ഒരു ട്രോഫിയുടെ വില കേട്ടാ. ഒരു ട്രോഫിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആയിരുന്നില്ലേ? അത് 100 ആണെന്നും അതേപോലെ മെഡലിനെ നമ്മൾ എന്താ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര്? y അല്ലേ? അപ്പൊ മെഡലിന് ഒരെണ്ണത്തിന് 30 രൂപ എന്നും കിട്ടി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ആ ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഫൈനൽ ആൻസർ, അതായത് 2180 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ.